ഞങ്ങൾക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടണം. എന്റെ പൊന്നു മാഷേ, ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനല്ലേ? എന്നോട് നാടൻ പാട്ട് പാടാനോ? പുള്ളിക്ക് കുറച്ചില്ല, പുള്ളി പാടിയല്ലെന്നാ പറയണേ. ആദ്യ വരുന്ന മുത്തപ്പന്മാര് പറന്ന മുത്തിമാര് എനിക്കച്ഛനില്ലേ? ചക്കി എന്നൊരു ചമ്പാരുണ്ടവല്ലോ തകത്തയ്യ, ചക്കി എന്നൊരു ചമ്പാരുണ്ടവല്ലോ തന്നത്തയ്യ. പണ്ട് ജഡ്ജിയോ നാട്ടിൽ വാക്ക് പഠിച്ചു പോയതാ. ചട്ടിയും വിട്ടവല്ലോ തകത്തയ്യ, പണ്ട് ചിഹ്നം വിളിച്ചവല്ലോ തന്നത്തയ്യ. താങ്ക് യു വെരി മച്ച്. 19 വയസ്സുള്ള ഒരു കുമ്പളപ്പം കാണിക്കുന്ന എന്റെ പൊന്ന് ടീച്ചറെ, അങ്ങേരുടെ തലക്ക് കുളിരാന്ന് ഓർക്കാം. ടീച്ചർക്ക് തന്നെ അതിന്റെ എടാ ചിന്തിരമേ, അന്ന് അങ്ങനെ നീ ഒരുപാട് മെയിൻ കളിക്കരുത് കേട്ടോ. നിന്നെപ്പറ്റി ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. നീയും ആ സുഷമ്മ ടീച്ചറും വേണ്ടാത്ത രീതിയിൽ നിങ്ങളെ ആ ലൈബ്രറി കണ്ടെന്ന് ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. പൂടപ്പട്ടി സുഷമ ടീച്ചറും എന്താണ് പറഞ്ഞത്? ഞാനും സുഷമ ടീച്ചറും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്റെ ചിൻസിലാവോസ് മാഷേ, എന്നെ എന്റെ ഭാര്യനെ പണ്ട് നാട്ടുകാർ കപ്പത്തോട്ടത്തിൽ നിന്ന് പൊക്കുന്നതിന്റെ തൊട്ടും പോലെ ഞങ്ങളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഇതാരോടും പറയണ്ട, ആരോടും പറയണ്ട. കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് താൻ ഈ കോളേജ് പിള്ളേരെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കില്ലോടോ. എങ്ങനെ കളിയാക്കാതിരിക്കും? എടാ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചപ്പോ താനെന്ന് പറഞ്ഞേ? താൻ തോന്നി സിനിമയിലെ പൃഥ്വിരാജിന്റെ അങ്ങനെ ഇരിക്കുന്നു. ആ പടത്തിൽ അത് സായിക്കുമാർ വെള്ളത്താടി വെള്ള പൊടിയും വെച്ചാ പറ്റുന്നത്. ഞാൻ അതല്ല ക്ഷമിക്കും. ഹിറ്റ്ലറിനെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോ ഇയാൾ എന്തുവാ പറഞ്ഞത്? 5 പെങ്ങന്മാർക്കും കൂടി ഒരു ആങ്ങളെയാണ്. അത് മമ്മൂക്ക ചെയ്ത ഹിറ്റ്ലറാ. എനിക്കറിയാവുന്ന ഹിറ്റ്ലറിന് 5 പെങ്ങന്മാരുണ്ട്. പിന്നെ മാഷി ഇവിടെ നടന്നുകൊണ്ട് എന്റെ ഒരു പ്രത്യേക പരിപാടിയുണ്ട്, വയലിൻ വിത്ത് ഫിഗർ ഷോ. അത് കിടക്കും കേട്ടോ. അത് എന്റെ അച്ഛനൊരു വയലിൻ വിദ്വാനാണ്. അപ്പൊ ഞാനത് പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. എന്നൊരു കാര്യം ചെയ്യും, അങ്ങ് കീച്ചിക്കോ. ഇതന്നെ കാണിച്ചേ അരമണ്ടല്ലോ. ഞാൻ വിചാരിച്ച തിന്ന് ചെല്ലിന്റെ കയറി. മാഷേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നാ മോനെ? എന്റെ മോൻ വന്നിട്ടുണ്ട്. മാഷിന്റെ വലിയ ഫാനാണ്. ആ ചെറുക്കന്റെ കാര്യം എന്നോട് മിണ്ടല്ലേ. അതെന്താന്ന്? കഴിഞ്ഞ ദിവസം ഇവിടെ യുവജനോത്സവം നടത്തിയായിരുന്നു. എന്തായിരുന്നു നാടകം? പാഞ്ചാലി വസ്ത്രാക്ഷേപം. ആ വസ്ത്രാക്ഷേപ സമയത്ത് അവിടെ അവതരിക്കാനിരുന്ന കൃഷ്ണനെ ആർട്സ് റൂമിൽ കെട്ടിയിട്ടിട്ട് തിരിച്ച് നടുക്ക് വന്ന് നിന്നിട്ട് ദുര്യോധനോട് ഒരു പറഞ്ഞില്ല, അളിയാ കൃഷ്ണൻ ഇപ്പൊ എങ്ങും വരൂല, അളിയൻ പണി തുടങ്ങിക്കോളെ. എല്ലാരും ഒന്ന് വരി പറഞ്ഞ ഒരു ചീവീട് വരുന്നുണ്ട്. ചീവീടല്ല, പിന്നെ ചാക്കോച്ചൻ. മാറ്റേ എന്തോ സംഭവം കൊള്ളാം, എല്ലാം ഓക്കെ ആയിരുന്നു. താങ്ക് യു. പക്ഷേ ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്നാ? പക്ഷേ കുഞ്ചാക്ക ബോബൻ ഒപ്പിക്കാം. താങ്ക് യു. മാഷിന്റെ അച്ഛൻ ആരായിരുന്നാ പറഞ്ഞേ? വയലിൻ വിദ്വാൻ. എന്നത് ഗിറ്റാർ. എന്റെ ഗിറ്റാറൊന്നുമല്ല. ഇനി ഇതാരാ? ഇവിടെയാണെന്ന് തോന്നുന്നു. കരയുവാണോ? ടീച്ചർ എന്തിനാ കരയണേ? അല്ല, കസ്തൂരിമാ സിനിമയ്ക്കകത്ത് നിരാശൻ കരയുന്നുണ്ടല്ലോ. നിരാശൻ അങ്ങനെ പലതും ഉണ്ടാക്കും. അതൊന്നും ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാനല്ലേ ഇവിടെ പരിപാടി ബോധിപ്പിച്ചോണ്ടിരുന്നത്. ചുമ്മാ ഒരുമാതിരി ഒരുത്തിനിട്ട് പൊട്ടം കളിപ്പിക്കാനുണ്ട്. ഉച്ച കഴിഞ്ഞ് അവന്റെ തന്നെ തോട്ടയിട്ട് കത്തിക്കണ്ടോ? ചെറുത് പറഞ്ഞു. അത് പരിപാടി. അടുത്തതായി മണമടി പ്രസംഗം. മരണമടി മറുപടി ആരോട്? സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പിന്നെ നിന്റെ കൂടെ പഠിച്ചവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നമ്മളേവരും സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു നിമിഷമാണിത്. നമ്മുടെ പ്രധാന സങ്കടം ഇനി ആരെ തന്തയ്ക്ക് വിളിക്കുന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. ഇത് പറയുമ്പോ എന്റെ കണ്ണുകൾ നിറയുകയാണ്. എന്നെ അത് ഇതുമ്പിയതാ. എന്റെ ചുണ്ടുകൾ വറക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി
നമുക്ക് നമ്മുടെ ഗോവിന്ദ മാഷിന് പൊന്നാട അണിയിക്കാം. പൊന്നാട 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 പൊന്നടാ, അതെടുക്കാൻ മറന്നുപോയി. അയ്യോ 19 വർഷമായിട്ട് ഞങ്ങളുടെ സ്വപ്നം എനിക്ക് നഷ്ടപ്പെട്ടേ. കരയണ്ട, ഒരു പൊന്നാടയുടെ കാര്യമേ ഉള്ളൂ. കൈ ഗുരുവാണോ? വർഷങ്ങളായിട്ട് കാത്തിരുന്ന സ്വപ്നം. ഏത് ഇലക്കാത്തമുണ്ടോ? ഇനി എല്ലാവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ ഗോവിന്ദ മാഷിനെ പടിയടച്ച് പിണ്ടം വെക്കാൻ പോവുകയാണ്, പടിയിറക്കാൻ പോവുകയാണ്. എന്താ സാറേ സങ്കടം കൊണ്ട് കരയുന്നത്? സങ്കടം കൊണ്ട് കഴിഞ്ഞല്ല, എന്നെ മുണ്ടും കൊണ്ടാ പോണേ. ഒരു പാവാട കിട്ടുമോ? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ